നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് യൂറോ കപ്പിന് പോർച്ചുഗൽ എത്തുന്നത്. ക്വാളിഫയിങ് റൗണ്ടിലൊക്കെ എല്ലാ കളികളും വിജയിച്ച് തകർപ്പൻ പ്രകടനമാണ് ടീം നടത്തിയത്. അതിനൊരു തുടർച്ച ജർമ്മനിയിലും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. യൂറോ കപ്പിനുള്ള 26 അംഗ സ്ക്വാഡ് ഇന്നലെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിക്കുകയുണ്ടായി. സൂപ്പർ താരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രൂണോ ഫെർണാണ്ടസും ഒക്കെ ആ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ യൂറോ കപ്പിൽ പോർച്ചുഗൽ ഫൈനലിലേക്ക് എത്താനുള്ള 4 വഴികൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പോർച്ചുഗീസ് മാധ്യമം എബോല ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള ചില അനാലിസിസുകളൊക്കെ നടത്തി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫൈനലിലെത്തുകയാണെങ്കിൽ 4 വഴിക്കെത്താം. ആ വ്യത്യസ്ത വഴികൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാം, യൂറോ കപ്പിൽ 6 ഗ്രൂപ്പുകളാണല്ലോ. ഗ്രൂപ്പ് എഫ് വരെയാണ് ഉണ്ടാവുക. 4 ടീമുകൾ, അങ്ങനെ 24 ടീമുകളാണ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ, ആദ്യത്തെ 2 ടീമുകൾ എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത ഉറപ്പാക്കും. പിന്നെ 3ാം സ്ഥാനക്കാർക്കും സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂറോ കപ്പിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കും അറിയാം. റൗണ്ട് ഓഫ് 16ലേക്ക് വരുമ്പോൾ മികച്ച 4 3ാം സ്ഥാനക്കാർ കൂടി ഇടം പിടിക്കും. അപ്പോൾ ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗലിനൊപ്പം തുർക്കി, ജോർജിയ, പോർച്ചുഗൽ, സെച്ചിയ, ചെക്ക് റിപ്പബ്ലിക്, ഈ ടീമുകളാണ്. തുർക്കി, ജോർജിയ, പോർച്ചുഗൽ, ചെക്ക് റിപ്പബ്ലിക്, ഈ ടീമുകളാണുള്ളത്. ഇതിൽ എന്തായാലും പോർച്ചുഗൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് 1ാം സ്ഥാനം കൊണ്ട് കടന്നാൽ, ഗ്രൂപ്പിൽ 1ാമതായി കടന്നാൽ എങ്ങനെ, 2ാമതായി കടന്നാൽ എങ്ങനെ, ഇനി 3ാമതായിട്ട് കടക്കുകയാണെങ്കിൽ എങ്ങനെ, അവരുടെ ഫൈനലിലേക്കുള്ള പാത്ത് എങ്ങനെ വരാം നോക്കാം നമുക്ക്. ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ റൗണ്ട് ഓഫ് 16 മത്സരം വരിക ജൂലൈ 1-നായിരിക്കും. ഓപ്പണൻ്റ് വരുന്നത് ഗ്രൂപ്പ് എ, ബി ഓർ സി, ഇതിൽ നിന്നുള്ള 3rd പ്ലേസ് ടീമായിരിക്കും. അത് ഓരോ ടീമിൻ്റെയും പൊസിഷൻ അനുസരിച്ചായിരിക്കും വരിക. ഗ്രൂപ്പ് എയിൽ നിന്ന് അല്ലെങ്കിൽ ബിയിൽ നിന്ന് സിയിൽ നിന്ന് 3rd പ്ലേസിലെത്തിയ ടീമായിരിക്കും പോർച്ചുഗലിനെതിരെ കളിക്കാൻ വരിക. അപ്പോൾ ഗ്രൂപ്പ് എയിലെ ടീമുകൾ എന്ന് പറഞ്ഞാൽ ജർമ്മനി, സ്കോട്ട്ലൻഡ്, ഹംഗറി, സ്വിറ്റ്സർലൻഡ് ആണ്. ഗ്രൂപ്പ് ബിയിലെ ടീമുകൾ എന്ന് പറഞ്ഞാൽ സ്പെയിൻ, ക്രൊയേഷ്യ, ഇറ്റലി, അൽബേനിയ ആണ്. ഗ്രൂപ്പ് സിയിലെ ടീം എന്ന് പറഞ്ഞാൽ സ്ലൊവേനിയ, ഡെൻമാർക്ക്, സെർബിയ, ഇംഗ്ലണ്ട് ആണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ടീമായിരിക്കും വരിക എന്നർത്ഥം. ഈ കളി പക്ഷേ ജൂലൈ 1-ന് ഫ്രാങ്ക്ഫർട്ടിൽ വെച്ചായിരിക്കും നടക്കുക. അത് കഴിഞ്ഞ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയാൽ ജൂലൈ 5-ന് ഹാംബർഗിലായിരിക്കും ക്വാർട്ടർ ഫൈനൽ നടക്കുക. ജൂലൈ 9-ന് മ്യൂണിക്കിൽ സെമി ഫൈനൽ, ജൂലൈ 14-ന് ബെർലിനിൽ ഫൈനൽ. ഇങ്ങനെയായിരിക്കും അവരുടെ ഫൈനലിലേക്ക് എത്താനുള്ള ഒരു വഴി. ഇനി 2ാമത്തെ വഴി, ഗ്രൂപ്പ് എഫിൽ അവർ 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുക എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ റൗണ്ട് ഓഫ് 16 മത്സരം, പോർച്ചുഗലിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരം നടക്കുക ജൂലൈ 2-നായിരിക്കും. ലീപ്സിഗിലായിരിക്കും ആ കളി. ഓപ്പണൻ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിയിലെ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന ടീമായിരിക്കും. ഗ്രൂപ്പ് ഡിയിലെ 1ാം സ്ഥാനക്കാർക്കെതിരെ ആയിരിക്കും കളിക്കേണ്ടി വരിക. അത് ഗ്രൂപ്പ് ഡിയിലെ ടീമുകൾ നെതർലൻഡ്സ്, ഫ്രാൻസ്, പോളണ്ട്, ഓസ്ട്രിയ, ഈ ടീമുകളിൽ ഒന്നായിരിക്കും അവരുടെ എതിരാളിയായിട്ട് വരാൻ പോകുന്നത്. അതായത് ഫ്രാൻസ് വരാം, നെതർലൻഡ്സ് വരാം. അപ്പോൾ കരുത്തുറ്റൊരു മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും അങ്ങനെ വന്നാൽ. പിന്നെ അത് ജയിച്ചെന്ന് കരുതുക. ക്വാർട്ടർ ഫൈനൽ വരുന്നത് ജൂലൈ 6-നായിരിക്കും. ബെർലിനിലായിരിക്കും ആ ക്വാർട്ടർ ഫൈനൽ. പിന്നെ ജൂലൈ 10-ന് സെമി ഫൈനൽ ഡോട്ട്മുണ്ടിൽ വെച്ച് നടക്കും. ജൂലൈ 14-ന് ബെർലിനിൽ വെച്ച് ഫൈനൽ നടക്കും. ഇനി അതല്ല, പോർച്ചുഗൽ ഗ്രൂപ്പിൽ 3ാം സ്ഥാനത്താണെന്ന് വെക്കുക. 2 ഹൈപ്പോത്തസിസ് ഉണ്ട്. അതിൽ പാത്ത് എ എന്ന് പറയുമ്പോൾ റൗണ്ട് ഓഫ് 16 ജൂൺ 30-നായിരിക്കും നടക്കുക. ഓപ്പണൻ്റ് എന്ന് വരുന്നത് ഫസ്റ്റ് പ്ലേസ്, ഗ്രൂപ്പ് സിയിലെ ഫസ്റ്റ് പ്ലേസ് ടീമായിരിക്കും. അത് സ്ലൊവേനിയ ആവാം, ഡെൻമാർക്ക് ആവാം, സെർബിയ ആവാം, ഇംഗ്ലണ്ട് ആവാം. ഈ ഒരു മത്സരം വരിക ജൂൺ 30-ന്. ഇനി ശ്രദ്ധിക്കുക, സെമി ഫൈനൽ വരുന്നത് ജൂലൈ 6-നായിരിക്കും, ഡെസൽഡോർഫിലാവും. ജൂലൈ 10-ന് ഡോട്ട്മുണ്ടിൽ സെമി ഫൈനലിൽ, ജൂലൈ 14-ന് ബെർലിനിൽ ഫൈനൽ. ഇനി അതല്ല, 3ാം സ്ഥാനത്തെത്തി പാത്ത് ബി ആണ് വരുന്നതെങ്കിൽ അത് പോയിന്റിനൊക്കെ അനുസരിച്ചാണ് വരുന്നത്. മികച്ച 4 3ാം സ്ഥാനക്കാരെന്നാണല്ലോ. അപ്പോൾ അതിലേത് സ്ഥാനം എന്നനുസരിച്ചിരിക്കും. അങ്ങനെ വന്നാലും റൗണ്ട് ഓഫ് 16 30 ജൂണിന് വരാം. ഓപ്പണൻ്റ് ഗ്രൂപ്പ് ബിയിൽ ഫസ്റ്റ് പ്ലേസിലുള്ള ടീമാവാം. അപ്പം സ്പെയിനോ, ക്രൊയേഷ്യയോ, ഇറ്റലിയോ, അൽബേനിയോ വരാനുള്ള സാധ്യതയുണ്ട്. മത്സരം കൊളോണിൽ 16-ാം തീയതി ജൂൺ 30-നായിരിക്കും വരിക. റൗണ്ട് ഓഫ് 16 ജൂൺ 30-നായിരിക്കും വരിക. ദെൻ ക്വാർട്ടർ ഫൈനൽസ് ജൂലൈ 5-നായിരിക്കും വരിക. സ്റ്റുട്ട്ഗർട്ടിലായിരിക്കും കളി. അതല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ സെമി ഫൈനലിലേക്ക് വന്നാൽ ജൂലൈ 9-ന് മ്യൂണിക്കിലായിരിക്കും മത്സരം. ഫൈനൽ വരുന്നത് ജൂലൈ 14-ന് ബെർലിനിലായിരിക്കും. ഇങ്ങനെ 4 വഴികളുണ്ട് പോർച്ചുഗലിന് ഫൈനലിലേക്ക് എത്താൻ. ഇതിലേത് വഴിയിൽ അവർ ഫൈനലിലെത്തും? അതാ
വഴിയിൽ വെച്ച് വഴി അടയുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫോമിൽ പോർച്ചുഗലിന് കിരീടം ചൂടാനുള്ള നല്ല സാധ്യതയുണ്ട്. ഫേവറേറ്റുകളായി തന്നെയാണ് അവരെല്ലാവരും എണ്ണുന്നത്. ഇതിലേത് വഴിയിൽ അവരെത്തും, ഏത് വഴി എത്തിയാലും കുഴപ്പമില്ല. ക്രിസ്ത്യാനോ ഒരിക്കൽ കൂടി യൂറോ കപ്പ് ഉയർത്തുന്നത് കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിപ്പാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.